ദൈവതിരുനാമത്തിന് നിത്യമഹത്വം ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച വചനത്തെ ഒരിക്കൽ കൂടി സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. ഈ വചനം ലോകത്തിലേക്ക് വിതയ്ക്കപ്പെട്ടപ്പോൾ ലോകം ഈ വചനത്തെ എങ്ങനെ സ്വീകരിച്ചു എന്ന് സുവിശേഷകന്മാർ വിവരിച്ച് വയ്ക്കുന്നുണ്ട്. അതിൽ ഒരു ഉപമ നമുക്കിവിടെ വിശകലനം ചെയ്യാം. വിതക്കാരൻ്റെ ഉപമയെ മത്തായി ശ്ലീഹായും മർക്കോസ് സുവിശേഷകനും ഒരു സാധാരണ ഉപമയായി വിവരിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷകൻ ഒരു പ്രത്യേകത ഇതിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. വിതക്കാരൻ്റെ ഉപമയിൽ മത്തായി ശ്ലീഹായും മർക്കോസ് സുവിശേഷകനും ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് എഴുതി വെക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ എഴുതുക ഒരു വിതക്കാരൻ അവൻ്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു എന്നാണ്. ഗ്രീക്ക് മൂലത്തിൽ സ്പോറോൺ ഔട്ടോ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ യേശു ഈ വിത്തിനെ ദൈവവചനത്തോടാണ് ഉപമിക്കുന്നത്. ഇനി എന്താണ് ഈ ദൈവവചനം? യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവവചനം നമ്മുടെ ഇടയിൽ വസിച്ച യേശുവാണെങ്കിൽ വിതക്കാരൻ മറ്റാരുമല്ല, പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് വിതച്ചതിനെയാണ് ലൂക്കോസ് സുവിശേഷകൻ ഈ ഉപമയിലൂടെ സൂചിപ്പിക്കുക. എന്നാൽ ലോകം അവനെ സ്വീകരിച്ചത് വിവിധ തരത്തിലാണ്. ഇവിടെയാണ് നാം ഈ 4 നിലങ്ങളുടെ പ്രത്യേകത കാണുന്നത്. വിതയ്ക്കപ്പെട്ട വചനം മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയാണ്. ഇത് സാർവത്രികമായ രക്ഷയെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3:17 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. എന്നാൽ ഈ ലോകം എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത്? ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അവനെ സ്വീകരിച്ച 4 മനുഷ്യ സമൂഹങ്ങളോട് നമുക്ക് അതിനെ ഉപമിക്കാം. വഴിയരികെ പാറ, മുള്ളുകൾ നിറഞ്ഞ നിലം, നല്ല നിലം. വഴിയരികിനെ വിജാതിയരോട് നമുക്ക് ഉപമിക്കാം. അവരിലേക്ക് ക്രിസ്തു കടന്നു ചെന്നു എങ്കിലും അവർ അവനെ സ്വീകരിച്ചില്ല. ഗരേസനരുടെ നാട്ടിൽ അവൻ തിരസ്കരിക്കപ്പെടുന്നത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. കർത്താവിൻ്റെ രക്ഷയുടെ കരം കാണുവാൻ അവർക്ക് സാധിച്ചില്ല. പന്നികളുടെ നഷ്ടത്തിൽ അവർ കർത്താവിനെ തിരസ്കരിച്ചു, അതുവഴി രക്ഷയെ. വിജാതീയ സംസ്കാരങ്ങളിലും പൈശാചികതയിലും ഉറച്ചു നിന്ന അവർക്ക് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. പാറമേൽ വീണ വിത്തിനെ സാധാരണ യഹൂദരോട് നമുക്ക് ഉപമിക്കാം. വലിയ സന്തോഷത്തോടെ അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലും അവരുടെ വിശ്വാസത്തിന് ആഴമില്ലായിരുന്നു. അവനോടൊപ്പം നടന്ന് അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ഇതുപോലെയൊന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഏറ്റുപറഞ്ഞവർ കുരിശിൻ്റെ ചുവട്ടിൽ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് വിളിച്ചു പറയുന്നു. കർത്താവിനോട് ചേർന്ന് നടന്നുവെങ്കിലും അവനെ കൃത്യമായി വിശ്വസിക്കുവാനോ അവനിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനോ ഈ മനുഷ്യർക്ക് സാധിച്ചില്ല. മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ നമുക്ക് ഫരീസയരോടും സദുഖായരോടും പുരോഹിത പ്രമാണികളോടും ഉപമിക്കാം. അവർക്കറിയാമായിരുന്നു ക്രിസ്തുവാണ് പഴയ നിയമ പൂർത്തീകരണമെന്ന്. ഇത് ഫരിസയ പ്രമുഖനായ നിക്കോദെമോസ് ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ അധികാരമോഹം, ലൗകിക ബഹുമാനം മുതലായവ മൂലം അവർക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല.
അവർ യേശുവിനെ ദൈവദൂഷകനായിട്ട് ചിത്രീകരിച്ചു. നല്ല നിലത്ത് വീണ വിത്തിനെ നമുക്ക് കർത്താവിനെ അനുഗമിച്ച ശിഷ്യഗണങ്ങളോട് ഉപമിക്കാം. അവർ വചനത്തെ സ്വീകരിച്ച് അതിനനുസൃതമായി തങ്ങളെ മാറ്റിയവരാണ്. സ്നേഹം, കരുണ, സത്യം എന്നിവയിലൂടെ ആ വചനം മറ്റുള്ളവരുമായി പങ്കുവച്ചു. അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം ഇത് കാണുന്നുണ്ട്. ലോകമെമ്പാടും ഈ വചനം വിതയ്ക്കപ്പെടുന്നതും അതിൽ നിന്ന് 100 മേനികൾ വിളയുന്നതും. മരണത്തെ നേരിടേണ്ടി വന്നാൽ പോലും കർത്താവിനെ വഞ്ചിക്കുവാൻ തയ്യാറാകാത്തവർ. ഈ 4 തലം ആളുകളെയും നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ചിലപ്പോൾ സാഹചര്യവശാൽ വിജാതീയരാകും, സാധാരണ യഹൂദരാകും, പരിസേയരാകും, ശിഷ്യഗണവുമാകും. ശിഷ്യഗണത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ ഞാനാകുന്ന നിലം ഏതാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. മാമോദീസായിലൂടെ നാം എല്ലാവരും നല്ല നിലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉറ നഷ്ടപ്പെട്ട ഉപ്പുപോലെ നല്ല നിലത്തിൽ നിന്നും മറ്റു നിലങ്ങളിലേക്ക് മാറ്റപ്പെടാനുള്ള അപകടം പതിയിരിപ്പുണ്ട്. സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യാനികളും പെരുന്നാൾ ക്രിസ്ത്യാനികളും വിമർശന ക്രിസ്ത്യാനികളും ഒക്കെയായി നാം മാറ്റപ്പെട്ടു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് വിശകലനം ചെയ്യാം. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആ നല്ല നിലത്തിൻ്റെ ഫലദായകത്വത്തിലേക്ക് നമുക്ക് മടങ്ങാം. മുള്ളുകൾ പിഴുതെറിഞ്ഞ്, പാറകൾ പൊട്ടിച്ച്, നിലമുഴുത് നല്ല നിലമാക്കി നമുക്ക് നമ്മെ മാറ്റാം. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അവൻ നമ്മിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാനുള്ള അവസരം നമുക്ക് ഒരുക്കാം. എല്ലാവർക്കും ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഉണ്ണി പിറക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ, ഫലം പുറപ്പെടുവിക്കട്ടെ അവൻ നമ്മിലൂടെ 30, 60, 100 മേനി. ദൈവം അനുഗ്രഹിക്കട്ടെ.